നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ കോർപ്പറേറ്റ് മേഖലയിൽ അദാനി എന്ന പേര് കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ത്യൻ കോർപ്പറേറ്റ് മേഖലയിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള കോർപ്പറേറ്റ് വിദഗ്ധർ അദാനിയുടെ പേര് ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. അത്രമാത്രം വലിയ സ്വാധീനമാണ് ഇപ്പോൾ വ്യാപാര മേഖലയിൽ അദാനി ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. ഭക്ഷ്യ എണ്ണയുടെ ഉൽപ്പാദനം മുതൽ തുറമുഖങ്ങളുടെ വികസനം വരെ അയത്നലളിതമായി നിർവഹിക്കുന്ന ഒരു ഭീമൻ കമ്പനിയാണ് അദാനി ഗ്രൂപ്പ്. ഈ അദാനി ഗ്രൂപ്പ് ഇപ്പോൾ ഇന്ത്യൻ വ്യോമയാന മേഖലയിലേക്കും കാലെടുത്തു വയ്ക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. അദാനിക്ക് സ്വന്തമായി ഒരു എയർലൈൻസ്, അദാനി എയർലൈൻസ് ഇനിയിപ്പോൾ ഇന്ത്യൻ വ്യോമയാന മേഖല കുതിക്കുമോ? അദാനിക്കും അംബാനിക്കും ഇന്ത്യയെ പണയം വയ്ക്കുന്നു എന്നൊരു ആരോപണമാണ് ഇപ്പോഴത്തെ ഭരണകൂടത്തിനെതിരെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും ഉയർത്തുന്നത്. ആ ഒരു ആരോപണം ഇനി കൂടുതൽ ശക്തിപ്പെടാനാണ് സാധ്യത. കാരണം അദാനി പുതിയ എയർലൈൻ മേഖലയിലേക്ക് വരുമ്പോൾ ഇത്തരക്കാർക്ക് ഇനി ഒട്ടും സഹിക്കുന്നുണ്ടാവില്ല. കേരളത്തിലടക്കം നിരവധി തുറമുഖങ്ങൾ ഇപ്പോൾ അദാനി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒട്ടനവധി മറ്റ് സംരംഭങ്ങളുണ്ട്. വൈദ്യുത ഊർജ്ജ ഉൽപ്പാദനമടക്കം അദാനിയുടെ മേഖലയിൽ വരും. അങ്ങനെയുള്ള ഒരു കമ്പനിയാണ് ഇപ്പോൾ വ്യോമയാന രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. അദാനി വ്യോമയാന രംഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ മറ്റ് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേത് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ വ്യോമയാന മേഖലയുടെ ഘടനയാണ്. ഇപ്പോൾ എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിക്കപ്പെട്ടതോടുകൂടി ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഇൻഡിഗോയുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായത്. ഇൻഡിഗോയിലെ ഈ സ്റ്റാഫ് അംഗങ്ങൾ അല്ലെങ്കിൽ പൈലറ്റുമാർ, ക്രൂ അംഗങ്ങൾ ഇവരുടെയൊക്കെ കുറവ് കാരണം ഒട്ടനവധി വിമാന സർവീസുകളെ ബാധിച്ചിരുന്നു. രാജ്യത്തിൻ്റെ വ്യോമയാന മേഖലയെ വളരെ ദോഷകരമായി ആ ഒരു കമ്പനിക്കകത്ത് നടന്ന ഒരു ചെറിയ പ്രശ്നം ബാധിച്ചു. അത് ഇന്ത്യൻ വ്യോമയാന മേഖലയെ തന്നെ വല്ലാതെ ബാധിച്ച ഒരു പ്രശ്നമായിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കുന്നത് എങ്ങനെ എന്ന് ആ രംഗത്തെ വിദഗ്ധർ അന്ന് തന്നെ ഉപദേശം നൽകിയിരുന്നു. അതായത് ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ നിരവധി കമ്പനികൾ ഉണ്ടെങ്കിലും ഈ വ്യോമയാന മേഖലയുടെ ഏറ്റവും കൂടുതൽ ഓഹരിയുള്ളത് രണ്ട് കമ്പനികളിലാണ്. മോണോപ്പൊളി ഇല്ലെങ്കിലും ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ ഡുവോപ്പൊളി ഉണ്ട്. അതായത് ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയുടെ വ്യോമയാന മേഖലയിൽ ഒന്നാം സ്ഥാനത്തുള്ള കമ്പനി ഇൻഡിഗോയാണ്. രണ്ടാം സ്ഥാനത്താണ് എയർ ഇന്ത്യ. എന്നാൽ ഈ രണ്ട് കമ്പനികളും ചേർന്നാൽ ഇന്ത്യൻ വ്യോമയാന മേഖലയുടെ ഭൂരിഭാഗവും യാത്രക്കാരെയും കൊണ്ടുപോകുന്നത് ഈ രണ്ട് കമ്പനികളാണ്. അതുകൊണ്ട് തന്നെ ഡുവോപ്പൊളി എന്നൊരു സംവിധാനമുണ്ട്. ഇതിലേതെങ്കിലും ഒരു കമ്പനിക്ക് എന്തെങ്കിലും പറ്റിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഇന്ത്യൻ വ്യോമയാന മേഖലയെ ഇത് ഒന്നാകെ തകിടം മറിക്കും. ഇൻഡിഗോയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു പ്രതിസന്ധി നമ്മുടെ രാജ്യത്തെ എങ്ങനെ ബാധിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. ആ പ്രതിസന്ധി പരിഹരിക്കാൻ ദിവസങ്ങളോളം എടുത്തു. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ അന്ന് ഇന്ത്യൻ വ്യോമയാന മേഖലയിലേക്ക് കൂടുതൽ കമ്പനികൾ വരണം എന്നാഗ്രഹിക്കുകയും അത്തരത്തിലൊരു തീരുമാനമെടുക്കുകയും ചെയ്തു. ഇന്ത്യൻ വ്യോമയാന മേഖലകളിലേക്ക് കൂടുതൽ കമ്പനികൾ വരാൻ ഒരു തടസ്സമായി നിൽക്കുന്നത് രാജ്യത്തെ ഒരു നിയമമാണ്. അതായത് വിമാനത്താവളം നടത്തിപ്പുകാർ, രാജ്യത്തെ പല വിമാനത്താവളങ്ങളും നടത്തിക്കുന്നത് സ്വകാര്യ കമ്പനികളാണ്. ഈ സ്വകാര്യ കമ്പനികൾക്ക് പക്ഷേ എയർലൈനുകൾ സ്ഥാപിക്കാൻ അധികാരമില്ല. എയർലൈനുകളിൽ ഇവർക്ക് നിക്ഷേപിക്കാൻ കഴിയും, പക്ഷേ ആ നിക്ഷേപം 10% കൂടരുത്. അതുകൊണ്ട് തന്നെ ഈ വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അനുബന്ധ മേഖലയാണ് വിമാനത്താവള നടത്തിപ്പ് എന്ന് പറയുന്നത്. അത്തരം കമ്പനികൾക്ക് വളരെ എളുപ്പത്തിൽ വ്യോമയാന മേഖലയിലേക്ക് കടന്നു വരാൻ കഴിയും. പക്ഷേ അങ്ങനെ കടന്നു വരാൻ സാധിക്കാത്തത് ഈ പറയുന്ന ഈ ഒരു നിബന്ധന കൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമം 10% കൂടുതൽ സ്റ്റേക്ക് പാടില്ല എന്നൊരു നിയമം ഉള്ളതുകൊണ്ടാണ്. ആ നിയമം മാറ്റി എഴുതാനായി കേന്ദ്ര സർക്കാർ ആലോചിച്ചു വരികയാണ്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടന്നു വരികയുമാണ്. ഈ സാഹചര്യത്തിലാണ് അദാനി എയർലൈൻസ് എന്ന പുതിയൊരു എയർലൈൻസ് വരുന്നു എന്നൊരു വാർത്ത വരുന്നത്. അദാനി പൂർണ്ണമായും മറ്റൊരു എയർലൈൻ കമ്പനി ഉണ്ടാക്കുകയായിരിക്കില്ല പ്രധാനമായും എന്നാണ് ലഭിക്കുന്ന സൂചന. അതായത് ഇപ്പോൾ നടന്നു വരുന്ന ഏതെങ്കിലും ഒരു ചെറിയ എയർലൈൻ കമ്പനി ഏറ്റെടുത്ത് അതിൽ നിക്ഷേപം നടത്തി പുതിയൊരു ബൃഹത്തായ എയർലൈൻ കമ്പനി ആയിരിക്കും അദാനി ഉണ്ടാക്കുക എന്നാണ് ഇപ്പോൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും അദാനി എയർലൈൻസ് വരാൻ പോകുന്നു എന്നത് ഉറപ്പാണ്. പക്ഷേ ഈ ചട്ടങ്ങൾ മാറ്റുന്നത് കൊണ്ട് കേന്ദ്ര സർക്കാർ വരും ദിവസങ്ങളിൽ ഈ 10% എന്ന നിക്ഷേപ പരിധി എടുത്തു കളയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇത് അദാനിക്ക് വേണ്ടിയാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടാനുള്ള മറ്റൊരു സാധ്യതയുമുണ്ട്. കാരണം രാജ്യത്തെ 8ഓളം വിമാനത്താവളങ്ങൾ, വളരെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഈ തൊട്ടടുത്ത് കിടക്കുന്ന തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം മുതൽ രാജ്യത്തെ 8ഓളം വിമാനത്താവളങ്ങൾ നടത്തിക്കുന്നത് അല്ലെങ്കിൽ നടത്തിക്കൊണ്ടു പോകുന്നത് അദാനി ഗ്രൂപ്പാണ്. അതേ അദാനി ഗ്രൂപ്പ് തന്നെ എയർലൈൻ തുടങ്ങുന്നുവെന്ന് പറഞ്ഞാൽ തീർച്ചയായും അവർ
അവർക്ക് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതാണ്, അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് അത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരം എന്ന നിലയിലാണ് ഈ 10% ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപ്പ് സർക്കാർ എടുത്തു കളയാൻ പോകുന്നത്. ഇത് ഇനിയിപ്പോൾ വലിയ പ്രചരണത്തിനും അദാനിക്ക് വേണ്ടി ഇതാ മോദി ഇന്ത്യൻ വ്യോമയാന മേഖലയെ വിറ്റു തുലച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരാനും സാധ്യതയുണ്ട്.